മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി സ്കൂൾ അധികൃതർക്കും ജനപ്രതിനിധികൾക്കും ബോധവൽക്കരണം നൽകി മെലാറ്റൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മെലാറ്റൂർ, കീഴാറ്റൂർ, വെട്ടത്തൂർ, എടപ്പറ്റ പഞ്ചായത്തുകളിലെ പ്രധാനാധ്യാപകർ, സ്കൂൾ മാനേജർമാർ, ജനപ്രതിനിധികൾ എന്നിവർക്കായാണ് ബോധവൽക്കരണം നൽകിയത്. മെലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ്. മേലാറ്റൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ അധികൃതർക്കും ജനപ്രതിനിധികൾക്കും ബോധവൽക്കരണ അവലോകന പരിപാടി സംഘടിപ്പിച്ചത്. വേനലവധി കഴിഞ്ഞ് വിദ്യാലയം തുറക്കാനിരിക്കെയാണ് വിദ്യാർത്ഥികളുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മേലാറ്റൂർ, കീഴാറ്റൂർ, വെട്ടത്തൂർ, എടപ്പറ്റ പഞ്ചായത്തുകളിലെ പ്രധാനാധ്യാപകർ, സ്കൂൾ മാനേജർമാർ, ജനപ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇതിന്റെ തുടർച്ചയായി പോലീസിന്റെ നേതൃത്വത്തിൽ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും യോഗം ചേരുവാനും തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ റജിമോൻ ജോസഫ്, ഫാദിൽ റഹ്മാൻ, കെ ഷെരീഫ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കൂളുകളിലെ പഞ്ചായത്ത് ഓരോ വാർഡിലും പ്രതിനിധീകരിക്കുന്ന ആ പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരും അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ തുടങ്ങിയതിന് ശേഷമല്ലേ പുതിയ PTA അല്ലെങ്കിൽ MPTA അതൊക്കെ ഉണ്ടാവും. അതിനു മുമ്പേ അത്തരം കാര്യങ്ങൾക്കകത്ത് നമ്മളെല്ലാവരും കൂടി ശ്രദ്ധാലുവാകേണ്ടതായിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. പിന്നെ സ്കൂൾ ബസ്സിനെ സംബന്ധിച്ചവർ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴത്തേന് അടുത്തൊരു പ്രശ്നമാണ് സ്കൂൾ ബസ്സിന്റെ കാര്യം. ഈ സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടോ നിർബന്ധമായിട്ട് നോക്കണം. ഈ ബസ്സിന്റെ ഇൻഷുറൻസിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. സ്കൂൾ തിരഞ്ഞെടുക്കുമ്പോൾ ഡ്രൈവർമാർക്ക് അവർക്ക് നിയമപരമായിട്ടുള്ള വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസും മറ്റു കാര്യങ്ങളും ഉണ്ടോ എന്ന് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അവരുടെ അതേപോലെ തന്നെ ഈ സ്കൂൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ അവരൊക്കെ എങ്ങനെയാണ് അവരുടെ സ്വഭാവത്തെ പറ്റി നമുക്ക് വിലയിരുത്തണം. കാരണം അവർ മദ്യപിക്കുന്നവരാണോ അല്ലെങ്കിൽ മറ്റ് ലഹരി അടിമകളാണോ, അതേപോലെ തന്നെ ലഹരിയുടെ കാര്യവാഹകരാണോ ഇവർ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. അതായത് ദൗർഭാഗ്യം ആളുകളൊന്നും പറയുന്നില്ല. നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള നമ്മൾ റെയ്ഡ് ചെയ്തപ്പോഴത്തേക്ക് 3-4 ആംബുലൻസിന്റെ ഡ്രൈവർമാരാണ് നമ്മളുടെ ഇവിടെ MDMA-യും ഈ കഞ്ചാവും കടത്തുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഇവിടെ വെളിപ്പെടുത്താനുള്ള കാരണമാണ്. അപ്പം ഞാൻ പറയുന്നത് ഇത്തരം വരുന്ന ഡ്രൈവർമാർ നമ്മൾ വളരെ സ്കാൻ ചെയ്യണം, ശ്രദ്ധിക്കണം. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.